എഴുത്തുപാട്ടിനെ പറ്റിയിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട എന്താ കാരണം എന്ന് വെച്ചാൽ, പഴയ കാലത്ത്, അതായത് നമ്മളെങ്ങനെ പറയാ, ജാമ്പുവാൻ കാലത്ത് എന്നൊക്കെ പറയില്ലേ, ആ കാലത്ത് ദാരികനായിട്ടുള്ളൊരു അസുരൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവന് ദേവലോകത്തും ബ്രാഹ്മണരെയും ഈ ഋഷിവര്യന്മാരെയൊക്കെ ശല്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവർ ബ്രഹ്മാവിനെ കാത്തി തപസ് അവിടെ പോയി ആശയങ്ങൾ അറിയണം. ശിവൻ്റെ അടുത്തും മഹാവിഷ്ണുവിൻ്റെ അടുത്തൊക്കെ പോയിട്ട് ആശയങ്ങൾ അറിയുമ്പോൾ എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച്, അതായത് നമ്മളിപ്പോൾ പറഞ്ഞ ഋഷിവര്യന്മാർ എല്ലാവരും കൂടിയിട്ട് കൈലാസത്തേക്ക് വരാൻ പറയും. അവിടുന്ന് എല്ലാവരും ഈ ശിവൻ, വിഷ്ണു, ബ്രഹ്മാവ് എല്ലാവരും കൂടി കൂടിച്ചേർന്ന് അതിനൊരു നിവൃത്തി ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഭദ്രകാളിയായിട്ട് ശിവനിൽ നിന്നും, ശിവൻ്റെ അതായത് ബ്രഹ്മാവിൻ്റെ നഖത്തു നിന്നാണ് ഭഗവതി ഉത്ഭവിക്കുന്നതാണ് പറയുന്നത്. പക്ഷേ പല സാങ്കല്പികങ്ങളുണ്ട്. തൃക്കണ്ണുന്നുണ്ടായി എന്ന് പറയുന്നുണ്ട്, കുടവ പിളർന്നുണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഇതൊരു ഭഗവതിയുടെ കഥയെപ്പറ്റി പറയുമ്പോൾ വർണ്ണന കുപ്പന്മാരെ, കല്ലാട്ട് കുപ്പന്മാരെ പറഞ്ഞാൽ ഇങ്ങനെയാണ് പറയുന്നത്. തിരുനഖത്തിൻ്റെ മാറ്റി കൊണ്ടുകൊണ്ടാണ് ഭഗവതിയുടെ പ്രതി ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അത് 3 പേരും കൂടിയിട്ട് കാളകൂട വിഷം പറഞ്ഞൊരു വിഷം ഭഗവാനിൽ ഉണ്ടായിരുന്നു. അത് പാതാളത്തിൽ 8ാം പാതാളം നോക്കി എറിഞ്ഞപ്പോൾ കടലിൽ നിന്ന് പുകയും അഗ്നിയും എല്ലാം കൂടി വരുന്നത്, അതായത് നവഗ്രഹങ്ങളുടെ സാന്നിധ്യങ്ങളും കാർത്തിക തിരുനാളും എല്ലാം കൂടി ഉത്ഭവിച്ച് ഉണ്ടാകുന്ന ഒരു ദിവസമായിരുന്നു അത്. അങ്ങനെ അവിടെ നിന്നാണ് ഭഗവതിയുടെ ഉൽപ്പത്തിയുടെ കഥ. 16 തിരുഭാഗക്കളെ പറഞ്ഞാൽ 16 കയ്യോട് കൂടിയിട്ടാണ് ഭഗവതി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇന്നത് പല ദിക്കുകളിലും 108 കൈ വരയ്ക്കുന്നുണ്ട്, 64 കൈ വരയ്ക്കുന്നുണ്ട്. പക്ഷേ ഭഗവതിയുടെ ഉൽപ്പത്തി അങ്ങനെയാണ്, 16 കൈയാണ്. പിന്നെ നമ്മൾ ആഡംബരം കൂട്ടുക എന്നുള്ള രീതിയിലേക്കാണ് അതൊക്കെ പറഞ്ഞു പോകുന്നത്. പക്ഷെ അതിനും കഥകളൊക്കെ വേറെ ഉണ്ട്, അതിനെപ്പറ്റി പറയും. ദാരികനെ വധിക്കാൻ വേണ്ടി ഉണ്ടായിട്ടുള്ള ഭഗവതി ദാരികാവാസം കഴിഞ്ഞ് കൈലാസത്തിൽ വടക്ക് നോക്കി ഇരിക്കാൻ പോയപ്പോൾ അവിടുന്ന് കൈലാസനാഥൻ ഇവിടെ ഇരിക്കാൻ പാടില്ല, നിങ്ങൾ ഭഗവതി നേരെ ഭൂമിയിൽ ചെന്ന് ഇതേപോലെ പലകോടി മനുഷ്യർക്ക് കുലദൈവമായി അവിടെ ഇരിക്കാൻ നമുക്ക് വേണ്ടുന്ന ബലിപൂജാദികളും കർമ്മങ്ങളെല്ലാം തരുമെന്ന് പറയുന്നത്. അങ്ങനെയാണ് വടക്ക് നോക്കിയിരിക്കണം എന്നുള്ളതാണ് പ്രത്യേകം. നമ്മുടെ ഇവിടെ ഭഗവതി വടക്ക് നോക്കിയാണ് ഇരിക്കുന്നത്. ഭയങ്കര രൗദ്രവും ഉണ്ട്, എന്താ പറയുക, സന്തോഷവതിയായിട്ടുള്ള 3 ചൈതന്യത്തോടു കൂടി ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഏത് ആപത്തുകളിലും വിചാരിച്ച കാര്യങ്ങൾ നടത്തിത്തന്നെ. എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ല അനുഭവമാണ്. ഞാൻ കുട്ടിക്കാലത്ത് ഇവിടെ 5 വയസ്സ് തൊട്ട് ഇന്ന് 61 വയസ്സായി. അപ്പോൾ ഇവിടെ വന്ന് ഞാൻ ഈ സ്കൂളിലൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്. അന്നും ഭഗവതി ആ 6 വയസ്സ് വന്നിട്ട് ഞാൻ മംഗലം നിന്നോളം പറയപോലെ കണ്ടുപിടിച്ച് നടന്നിട്ടുണ്ട് 6 വയസ്സ് കാലത്ത്. അപ്പോൾ അന്നുള്ള ഭഗവതി ഇന്നും ഞാൻ വിചാരിക്കുന്നത്, എനിക്ക് വിചാരിച്ച എല്ലാ കുട്ടികളും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ദിവസം നിങ്ങൾക്ക് വരുന്ന ഏത് ബുദ്ധിമുട്ട് വിഷമങ്ങളോ ഭഗവതിയെ കൊണ്ട് പ്രാർത്ഥിച്ച് വരുന്ന കാലപ്പാട്ടിൽ, അപ്പം എൻ്റെ തൊഴിലാണ്. എന്നാലും ഭഗവതിക്ക് ഏറ്റവും കൂടുതൽ വരങ്ങൾ കൊടുത്തിട്ടുള്ളത് കളമെഴുത്തുപാട്ടിലൂടെയാണ്. ഭഗവതിക്ക് വരം തരാൻ അനുഗ്രഹിച്ചിട്ടുള്ളത് മോളുന്ന ഇവിടെ കൈലാസമാണ് ബ്രഹ്മാവുന്ന. അപ്പോൾ അത് നമുക്ക് കുട്ടികളില്ലാത്തവർക്ക് സന്താനലാഭം ലഭിക്കാനും സമ്പത്തും ഐശ്വര്യവും സമൃദ്ധിയും നാട്ടിൽ നടക്കുന്ന, ഇപ്പോൾ നമ്മൾ ഇതിൽ വിധാനിക്കുന്നത് നമ്മൾ തെങ്ങ് നാട്ടിലുണ്ടാവണമാണ്. ഇതിലെല്ലാം ചക്ക, മാങ്ങ, കുമ്പളങ്ങ, മത്തങ്ങ കൊണ്ട് എന്ത് വേണമെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്ന് അലങ്കരിക്കാൻ പറ്റും. അതാണ് ഭഗവതി. ഇപ്പോൾ പാട്ടിൽ കേട്ടില്ലേ, മേൽ നോക്കി നിങ്ങളുടെ വിധാനത്തെ കർമ്മോദം ചെയ്ത്. അപ്പോൾ എന്തൊക്കെ തൂക്കിയിട്ട് ഭഗവതി നോക്കുന്നുണ്ട്. ഇപ്പോൾ വെറ്റില, അടയ്ക്ക, അതൊക്കെ നമ്മൾ താഴത്ത് വെക്കുന്നുണ്ട്. അത് മുകളിൽ കെട്ടി തൂക്കാൻ പറ്റും. കൊലകൊലയായിട്ടുള്ള ഒക്കെ അങ്ങനെയൊക്കെ ഓരോരുത്തർക്കും എന്തൊക്കെ സമൃദ്ധി ഉണ്ടോ അതെല്ലാം കൊണ്ടുവന്ന് ചെയ്ത് നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നതായാലും സ്ഥലത്തിൻ്റെ മുമ്പിലായാലും വിചാരിച്ചു പോയാൽ അടുത്ത കാലപ്പാട്ട് എന്ന് പറയുന്നത് അടുത്ത വർഷം നാമാങ്കത്തിൻ്റെ കൂറിയിടുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് വിചാരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് നടക്കും. അത് ഭക്തിയോടുകൂടി മനസ്സ് വിചാരിച്ച് പ്രാർത്ഥിച്ചാൽ അത് നടക്കുമെന്നുള്ളതാണ് പറയുന്നത്. ഇതൊക്കെയാണ് ഭഗവതിയുടെ ഈ കളമെഴുത്തുപാട്ടിൻ്റെ പ്രധാനമായിട്ടും പറയാനുള്ളത്. മനസ്സറിഞ്ഞ് ഒരു വഴിപാട് കഴിക്കാമെന്ന് പ്രാർത്ഥിച്ച്, അതായത് ഇന്ന് ഒരു പ്രധാനപ്പെട്ട വഴിപാട് ഭഗവതി ദാരികാവനം കഴിഞ്ഞ് കോപത്തോടുകൂടി വരുമ്പോൾ കോപം ശമിപ്പിക്കാൻ ദാഹം തീർത്തിട്ടുള്ള ഒരു കളമെഴുത്തുപാട്ടാണ്
നമ്മൾ ചെയ്യുന്നത്. അതിൻ്റേതായിട്ടുള്ള ഒന്നും കൂടെ വരച്ചിട്ടുള്ളത് മേധാളവാഹിനിയായിട്ടാണ്. മേധാളത്തിൻ്റെ പുറത്ത് ഭഗവതി ഇരിക്കുന്ന രൂപമാണ്. പല രൂപങ്ങളും വരയ്ക്കും. അത് കളത്തിലിരിക്കുമ്പോൾ കുറുപ്പിന് വരും. ആ സമയത്ത് എന്താണ് വഴിപാട്ടുകാരുടെ മനസ്സിലുള്ളത് എന്ന് കുറുപ്പിന് തനിയെ തോന്നുന്നതാണ് ഈ നമ്മുടെ സങ്കല്പം. അത് വിചാരിച്ച് നമ്മൾ ചെയ്യാറുണ്ട്. അതുപോലെ എല്ലാം ഒരു അനുഗ്രഹം എല്ലാം ഉണ്ടായിക്കോട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ച് ഈ ദാരികനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഉണ്ടായിരുന്ന കൊല്ലുന്നത്. നമ്മുടെ കുലദൈവമായിട്ട് ഭഗവതി വന്ന് ഭൂമിയിൽ വന്ന് അവതരിച്ചിട്ടുള്ളതാണ്. ഒരു അടുത്ത വർഷങ്ങളിലാകുമ്പോഴേക്കും ഈ 41 ദിവസം കുറച്ച് വീട്ടുകൾ കൂട്ടായ്മയായിട്ട് ചെയ്താൽ 41 ദിവസം നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. എത്രയേ ചിലവാകും. ഒരു ദിവസത്തെ ഒരു കാശ് 10 വീട് ചേർന്നാൽ ഒരു വീട്ടുകാർക്ക് ഓരോ ദിവസത്തെ കാശുണ്ടെങ്കിൽ ഒരു ദിവസത്തെ പരിപാടി നടക്കും. അതാണ്. അത് പ്രത്യേകിച്ച് എല്ലാവരും പ്രകൃതിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. എല്ലാവരും ഈ കാലപ്പാടിലായ വിദ്യാഭ്യാസം തൊട്ട് ഉയർച്ചയ്ക്കുള്ള എല്ലാം വിചാരിച്ച കാര്യം നടക്കുന്നതാണ്. ജോലി കിട്ടായ്മയുണ്ടോ അത് നടക്കാറുണ്ട്. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വിചാരിച്ച നടക്കാറുണ്ട്. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കണം. കുറിപ്പ് പറഞ്ഞു പോകേണ്ട കാര്യമില്ല. കളത്തിൽ വന്ന് പ്രാർത്ഥിച്ച് ഇന്നിപ്പോൾ എല്ലാവരും സമയം കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ മൊബൈലിലൊക്കെ എടുത്ത് ഫോട്ടോ ഉണ്ടെങ്കിൽ അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ പോയിട്ട് അങ്ങനെ ഭഗവതി നടക്കാൻ വന്നിട്ട് പ്രാർത്ഥിക്കുകയും ഇങ്ങനെ ചെയ്താലും നടക്കണം എന്ന് വിചാരിച്ച് ചെയ്യണം. എന്നാൽ ഓക്കെ എല്ലാവർക്കും കേട്ടോ. അപ്പോൾ ഇത്രയും ഇനി കുറേ പറയാൻ ഒരുപാടുണ്ട്. ഇപ്പോൾ ചുരുക്കി ഇങ്ങനെയാവട്ടെ. ബാക്കി അടുത്ത് ചെയ്യാം കേട്ടോ.